ഹായ് ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഷിപ്പ്. ഞാനിപ്പോൾ ഉള്ളത് ബാഴ്സലോണയിലാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് റമീസും ടൈം കിട്ടിയ സമയത്ത് ബാഴ്സലോണ ചുറ്റിക്കാണാമെന്ന് വെച്ചു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പഴയ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയൊരു പോർട്ടാണ് ബാഴ്സലോണ. അപ്പോൾ അത് തന്നെയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സെയിം പ്ലേസ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷട്ടിൽ ബസ്സൊക്കെ എടുത്തു. ഷട്ടിൽ ബസ് മീൻസ് ഞങ്ങളുടെ കമ്പനിയുടെ ബസ് തന്നെയാണ്. അത് ഞങ്ങളുടെ സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് തിരിച്ച് ഞങ്ങളെ പോർട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. ഓരോ ഷിപ്പിനും ഓരോ ഡിഫറെൻറ്റ് ഷട്ടിൽ ബസ്സസ് ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം സിറ്റിയിലെത്താറായി. അപ്പോൾ ആദ്യം എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഷോപ്സൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഈ ബാഴ്സലോണയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള അധിക ഷോപ്പുകളും ഇന്ത്യക്കാരുടേതാണ്. ഇപ്പം ഇവിടുത്തെ കറൻസി മാത്രമല്ല, ലൈക്ക് വേറെ ഡോളേഴ്സ്, വേറെ കറൻസി അങ്ങനെയൊക്കെ ഇവിടെ എടുക്കും. കാരണം അധികം ആളും ഇന്ത്യക്കാർ തന്നെയാണ് ഷോപ്പിൻ്റെ ഓണേഴ്സ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഷട്ടിൽ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി ബാഴ്സലോണ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ചു വീഡിയോസ്, ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. കാണാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ ഷോപ്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ വഴിയരികിൽ വെച്ച് വെക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് തിങ്സ് ഉള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഞാനിവിടുന്ന് റീൽസ് എടുത്തു. ഫോട്ടോ എടുത്തില്ല, ഞാനിപ്പോൾ പൊതുവേ ഫോട്ടോ അങ്ങനെ എടുക്കാറില്ല. അങ്ങനെ കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്തു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തികച്ചും യാദർച്ഛികമായിട്ട് പോയതാണ്. പിന്നെ ഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഷിപ്പിനും എന്താ പറയുക, ഡിഫറെൻറ്റ് പോർട്ട്സ്, ഐ മീൻ പോർട്ട് ഉണ്ടാകും, ബട്ട് ഒരു 30 minutes ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഷട്ടിൽ ബസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റ് നമ്മുടെ സ്വന്തം ഷിപ്പിൻ്റെ തന്നെ ഷട്ടിൽ ബസ് യൂസ് ചെയ്യണം. ഷട്ടിൽ ബസ് തികച്ചും ഫ്രീ ആണ്, നമ്മുടെ സ്റ്റാഫിന് ഫ്രീ ആണ്, അല്ലാണ്ട് പാസഞ്ചേഴ്സിന് ചാർജബിളാണ്. അങ്ങനെ നമ്മൾ ബാഴ്സലോണ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. പിന്നെ ഈ ഒരു പോർട്ടിലാണ് നിങ്ങളുടെ ഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ ഷട്ടിൽ ബസ് എടുക്കാണ്ട് ഈ ഒരു സിറ്റിയിലേക്ക് വരിക എന്ന് കുറച്ച് പാടാണ്. കുറച്ച് ദൂരമുണ്ട്. പിന്നെ നിങ്ങളിപ്പം ബ്രേക്ക് ടൈമിൻ്റെ ഇടയിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെത്താനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എവർക്കും അറിയാവുന്ന പോലെ നമ്മൾ അറിയാതെ ബസ് മാറിപ്പോയാലോ അല്ലാണ്ട് പോർട്ട് ചേഞ്ച് ആയിപ്പോയാലോ അത് വലിയ പ്രശ്നമാവും. പക്ഷേ ഇപ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഇതിൽ. ഏറ്റവും നല്ലത് ഷട്ടിൽ ബസ് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് പെയ്ഡ് ടാക്സി യൂസ് ചെയ്യേണ്ടി വരും. എല്ലാം അവിടെ പോർട്ടിന് പുറത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് കുറേ ചെറുകിട ഷോപ്പുകളും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരെ തന്നെ വലിയ ഷോപ്പുകളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കറൻസി എല്ലാം കൂടി അത് നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഷോപ്പുകൾ. പിന്നെ ഇതാണ് നമ്മുടെ ആ വാക്സ് മ്യൂസിയം. താങ്ക് യു.